കാറുകളിൽ മാനുവൽ വണ്ടികളിൽ നിന്ന് ഓട്ടോമാറ്റിക്കിലേക്ക് ഒരു ഷിഫ്റ്റ് നടന്നിട്ടുണ്ടെന്ന് പറയുന്ന പോലെ ബൈക്കുകളിൽ നിന്നും കമ്പ്യൂട്ടർ ബൈക്കുകളിൽ നിന്നാണ് ഒരു സൂപ്പർ ബൈക്കോ സ്പോർട്സ് ബൈക്കോ അല്ല കമ്പ്യൂട്ടർ ബൈക്കുകളിൽ നിന്നും സ്കൂട്ടറുകളിലേക്ക് ഒരു ഷിഫ്റ്റ് നടന്നിട്ടുണ്ട്. സിറ്റി യൂസിന് കൂടുതൽ ആളുകളും കമ്പ്യൂട്ടർ ബൈക്കിനേക്കാൾ സ്കൂട്ടറുകളാണ് ആശ്രയിക്കുന്നത്. അതിന് കാരണമായിട്ട് പറയുന്നത് അണ്ടർ സീറ്റ് സ്റ്റോറേജും കൂടാതെ കൺവീനിയൻ്റ് ആയിട്ട് കൊണ്ടുനടക്കാവുന്ന ആ ഒരു സൗകര്യം തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഏറ്റവും ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള വണ്ടികൾക്ക് ഒരു ഇത്തിരി ഗ്ലാമർ കൂടുതലാണ്. അപ്പോൾ ഇത് യമഹ റേ ZR ആണ്. അതായത് 125cc ഏറ്റവും ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള മോഡൽ. അപ്പോൾ വണ്ടി പ്രാന്തൻ്റെ പുതിയ വീട്ടിലേക്കുള്ള സാധനം ഒന്ന് വണ്ടി വിശദമായി തന്നെ പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു വണ്ടിയെക്കുറിച്ച് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സെൽഫ് സ്റ്റാർട്ട്, അതായത് സെൽഫ് സ്റ്റാർട്ടിൻ്റെ കാര്യം പറയുമ്പോൾ സ്മാർട്ട് മോട്ടോർ ജനറേറ്റർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതും കൂടാതെ ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് സിസ്റ്റവും അതുമാത്രമല്ല ഒരു ടോർക്ക് അസിസ്റ്റും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. എന്തായാലും വീട്ടിലേക്ക് കിടക്കാം. സ്വാഗതം. അപ്പോൾ കാഴ്ചയ്ക്ക് നല്ല ഭംഗിയുള്ള സ്കൂട്ടറെന്ന് ഈ ഒരു യമഹ 125 പറയാം. ZR എന്ന് പറയുമ്പോൾ പലരും ZR എന്നും പറയും. അതിനിങ്ങനെ മാറി പറയുന്നതല്ല. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് ടെലിസ്കോപ്പിക് ഫോർക്കുകളുണ്ട്, ഡിസ്ക്, ഡ്രം ഓപ്ഷനുകളുണ്ട് ഫ്രണ്ടിൽ. കൂടാതെ യമഹ കണക്റ്റിൻ്റെ ആ ഒരു മൊബൈൽ ആപ്പ് വെച്ചിട്ട് നമുക്ക് നിയന്ത്രിക്കാനൊക്കെ പറ്റും കുറേ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്വാഗതം. ഈ ഒരു റേ ZRൻ്റെ മുന്നിൽ LED ഹെഡ്ലാമ്പ്സ് ആണ് കാണാം. ഹെഡ്ലാമ്പ് എന്ന് പറയാൻ പറ്റുമോ, ഹെഡ്ലാമ്പ്സ് എന്ന് പറയാൻ പറ്റില്ല. ആ ഒരു 3 പാർട്ടീഷനായിട്ട് വെച്ചിട്ടുള്ള ലാമ്പ് കാണാൻ നല്ല ഭംഗിയുണ്ട്. അതിന് താഴെയായിട്ട് വളരെ ലൈറ്റായിട്ട് ZR എന്നുള്ള ആ ഒരു സ്റ്റിക്കർ ഉണ്ട്. ഈ ഒരു പീസാക്കിയിട്ടുള്ള ആ ഒരു ഭാഗം മനോഹരമാണെന്ന് പറയാം. കൂടാതെ ആ ഒരു LED DRL കണ്ടില്ലേ, വൈ ഷേപ്പിലാണത്. ഈ ഒരു ഗ്രാഫിക്സ് ഒക്കെ കാണാം ഈ ഒരു വൈസറിൻ്റെ മുകളിൽ. ഇനി ബ്ലൂ കോർ ഹൈബ്രിഡ് സ്റ്റിക്കർ ഉണ്ട്. കൂടാതെ ഇൻഡിക്കേറ്റേഴ്സ് കാണാം. LED അല്ല, സാധാ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അപ്പോൾ ബ്ലൂ ആണ് കളറെങ്കിലും ഗ്രേ ആണ് ആ ഒരു മഡ് ഗാർഡ്. ഇനി താഴെയായിട്ട് ആ ഒരു ഫോർക്ക് കാണാം. കൂടാതെ ആലോവീലിൻ്റെ കളർ ശരിക്കും വണ്ടിയുടെ ബോഡി കളർ തന്നെയാണ്. വലിയ ടയറാണ്. വലിയ ടയർ എന്ന് പറയുമ്പോൾ 90 പ്രൊഫൈൽ ടയർസാണ്. ഇനി നല്ല വിസ്താരമുള്ള ഒരു ലെഗ് സ്പേസ് ഉണ്ട് ഈ വണ്ടിക്ക്. കൂടാതെ വലിയ സീറ്റ് കാണാം. ഈ ഒരു വശങ്ങളിലെ ഗ്രാഫിക്സ് ഒക്കെ മനോഹരമാണെന്ന് കാണുന്നുണ്ട്. കൂടാതെ കിക്ക് സ്റ്റാർട്ടും സെൽഫ് സ്റ്റാർട്ടും ഉണ്ട് ഈ മോഡലിന്. ഇനി പിന്നിലെ ഷോക്ക് അബ്സോർവർ കാണാം. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡുമായിട്ട് വണ്ടി എഞ്ചിൻ കണക്റ്റാണ്. സ്റ്റാൻഡ് തട്ടിക്കഴിഞ്ഞാൽ മാത്രമേ വണ്ടി സ്റ്റാർട്ടാവുള്ളൂ. കൂടാതെ കാറുകൾക്ക് തുല്യമായിട്ട് ഫിന്നുകളൊക്കെ തന്നെ കാണാം. അപ്പോൾ യൂട്ടിലിറ്റിയെ കുറിച്ച് പറയുമ്പോൾ ഒരു ഹുക്ക് കാണാം. കൂടാതെ സീറ്റിനടിയിൽ അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉണ്ട്. ആ ഒരു സ്പേസ് ഇപ്പോൾ കാണിച്ചു തരാം. അത്യാവശ്യം വലിയ ഒരു സ്പേസാണ്. ആ ഒരു സ്പേസിൻ്റെ ആ ഒരു ഡെമോയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് വെച്ചത്. ഇനി സീറ്റിൻ്റെ അടിയിൽ ആ ഒരു സ്കൂപ്പ് ചെയ്ത ഭാഗമുള്ളതുകൊണ്ട് ഒരു ഹാഫ് ഫേസ് ഹെൽമെറ്റ് മുഴുവൻ തന്നെ വയ്ക്കാം. ഇപ്പോൾ സ്കൂട്ടറുകളിലെ ആളുകൾ പ്രിഫർ ചെയ്യുന്നത് ഹാഫ് ഫേസ് ആണ്. ഈവൻ ദോ അതത്ര സേഫ് അല്ലെങ്കിൽ കൂടി. അത് അടച്ചപ്പോൾ കണ്ടില്ല, ഒരു ഹിഞ്ച് ഒരിത്തിരി ഫ്ലിംസിയാണ്. യമഹയുടെ ആ ഒരു ലെറ്ററിങ് ഉണ്ട് സീറ്റിൽ. കൂടാതെ മുന്നിൽ കണ്ട വയസ്സിൽ കണ്ട ആ പാറ്റേൺ നമുക്ക് ഈ ഒരു താഴെയായിട്ടും കാണാം. ഇതിൻ്റെ താഴെയായിട്ടും കാണാം. ഇൻഡിക്കേറ്ററുകൾ പോലെ തന്നെ LED അല്ല ടൈൽ ലാമ്പ്, ബൾബാണ് ടൈൽ ലാമ്പിൽ. ആ ടൈൽ ലാമ്പിൻ്റെ ഡിസൈൻ പക്ഷേ മനോഹരമാണ്. ഈ ഒരു ഫിന്നൊക്കെ തന്നെ കണ്ടില്ലേ. ആ ഫിൻ്റെ മുകളിലും ആ ഒരു ചെറിയ ഡിസൈൻ എലമെൻ്റ് ഉണ്ട്, ആ പാറ്റേൺ ഉണ്ട്. ഇനി ഇൻഡിക്കേറ്റേഴ്സൊക്കെ തന്നെ സാധാ ഇൻഡിക്കേറ്റേഴ്സാണ്, LED അല്ല. ഒരു ചെറിയ റിഫ്ലക്ടർ ഉണ്ട്. കൂടാതെ ഈ ഒരു 2 വശത്തുമുള്ള ഒരു റിഫ്ലക്ടർ ഉണ്ടല്ലേ. ഇനി 125cc എഞ്ചിനാണ്. ഈ എഞ്ചിൻ്റെ കൂടെ ആ ഒരു അസിസ്റ്റ് കൂടി ഉണ്ട്. അസിസ്റ്റ് എന്ന് പറയുമ്പോൾ സ്മാർട്ട് മോട്ടോർ ജനറേറ്റർ. വണ്ടി ഓടിക്കുമ്പോൾ കുറച്ച് കൂടുതൽ പറയാം. വലിയൊരു ഗ്രാബ് ഹാൻഡിൽ കൂടി കാണാം. ഇനി കീ ഓൺ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു മീറ്റർ കൺസോളിൽ ഒരു ചെറിയ ടാക്കോമീറ്ററും ആ സ്പീഡോമീറ്ററും കൂടാതെ ആ ഒരു ഫ്യൂൽ മീറ്ററും കാണാം. ഇനി ഇതാണ് ആ ഒരു ട്രിപ്പ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ബട്ടൺ എന്ന് പറയുന്നത്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ കൂടാതെ അസിസ്റ്റിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ കൂടി കാണാം. അത്യാവശ്യം ക്വാളിറ്റിയുള്ള സ്വിച്ചുകളാണ്. അപ്പോൾ ഈ ഒരു സ്വിച്ച് ഉണ്ടോ ലൈറ്റിൻ്റെ, കൂടാതെ താഴെയായിട്ട് ആ ഒരു ഹോൺ സ്വിച്ചും കാണാം. ഇനി ഇത് ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ ആ ഒരു ഓൺ ഓഫ് സ്വിച്ചാണ്. അപ്പോൾ ഈ ഒരു ഗ്രിപ്പൊക്കെ തന്നെ അത്യാവശ്യം നല്ല സോഫ്റ്റാണ്. പിന്നെ കണ്ണാടി ഇത്തിരി ചെറുതാണെന്നുള്ളതേ ഉള്ളൂ. ഈ പിന്നിലെ വീലിൻ്റെ സൈസ് എന്ന് പറയുന്നത് 110/90 ആ ഒരു ഡ്രമ്മിൻ്റെ കളറും ആ ഒരു നീല കളർ തന്നെയാണ്. ഈ ഒരു എക്സോസ് പൈപ്പിന് ആ ഒരു ഗാർഡ് കൂടിയുണ്ട്.
ഇനി ഒരു ഹണികോം ഡിസൈൻ കൂടി കാണിച്ചു തരാം. ആ ഒരു ഹണികോം ഡിസൈൻ അല്ലേ യമഹ റേ ZR 125 ഓടിക്കാണ്. അപ്പോൾ ഇതിന് സെൽഫ് മോട്ടർ ലെസ് സ്റ്റാർട്ടാണ്, സ്മാർട്ട് മോട്ടർ ജനറേറ്ററാണ്. അതാണ് ഒരു ഹൈബ്രിഡ് എന്ന് പറയുന്നത്. കൂടാതെ ഒരു അസിസ്റ്റ് കൂടിയുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഈ ഒരു മോട്ടറിൻ്റെ കാര്യം പറയുമ്പോൾ ഈ മോട്ടർ ശരിക്കും 3 കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒന്ന്, ടോർക്ക് അസിസ്റ്റ് തരുന്നുണ്ട്, കൂടാതെ സ്റ്റാർട്ടാക്കുന്നുണ്ട്, കൂടാതെ ഈ ഒരു കറണ്ട് കൂടി ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് സ്മാർട്ട് മോട്ടർ ജനറേറ്റർ. അപ്പോൾ നമുക്ക് വണ്ടി എടുക്കാം. ഒരു ടാക്കോമീറ്റർ കൂടി ഉണ്ട് ഈ ഒരു വണ്ടി, കണ്ടോ. അപ്പോൾ ട്രിപ്പും ഓടോയും ഫ്യൂവൽ മീറ്ററും മാത്രമേ ഉള്ളൂ, കാര്യമായിട്ട് കാരണങ്ങളൊന്നും തന്നെ ഇല്ല. കൂടാതെ ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഉണ്ട്. ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ വണ്ടി സിഗ്നലിൽ കൊണ്ട് നിർത്തുകയാണ്. ഇപ്പോൾ 40-50 കിലോമീറ്റർ സ്പീഡ് ഓടിച്ച് വന്നതിന് ശേഷം കൊണ്ട് നിർത്തുകയാണ്. നിർത്തി കഴിയുമ്പോൾ വണ്ടി ഓഫ് ആകുകയും കൂടാതെ ടോട്ടിലൊന്ന് ട്വിസ്റ്റ് ചെയ്യുമ്പോൾ വണ്ടി സ്റ്റാർട്ടായി കയറി പോവുകയും ചെയ്യും. കൂടാതെ ഇനിയിപ്പോൾ സൈഡ് സ്റ്റാൻഡ് ഇട്ടാൽ ഓഫായി. അപ്പോൾ ആ ഒരു കാര്യം കൂടിയുണ്ട്. സൈഡ് സ്റ്റാൻഡ് കട്ട് ഓഫ് കൂടിയുണ്ട്. സ്റ്റാൻഡ് ഇട്ട് കഴിഞ്ഞാൽ സ്റ്റാർട്ടാക്കാനും പറ്റില്ല. ഈ ഒരു ബോർഡറൊക്കെ കാണാൻ മനോഹരം കേട്ടോ, അത് എടുത്ത് പറയേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ഏറ്റവും കൂടുതൽ ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള 125cc സ്കൂട്ടർ, അതാണ് ഈ വണ്ടിയുടെ പ്രത്യേകത, ZR-ൻ്റെ പ്രത്യേകത. അതായത് 65 കിലോമീറ്ററോളം ഫ്യൂവൽ എഫിഷ്യൻസിയാണ് ഇതിന് കമ്പനി പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നല്ല മൈലേജുള്ള വണ്ടി തന്നെയാണത്. കൂടാതെ ഒരു ടോർക്ക് അസിസ്റ്റ് കൂടി ഉണ്ടാകുമ്പോഴേ, വെറും 3 സെക്കൻഡേ ഉള്ള അസിസ്റ്റ്, എന്നാലും ആ ഒരു അസിസ്റ്റ് കൂടി ഉണ്ടാകുമ്പോൾ നമുക്ക് സിറ്റി യൂസിനൊക്കെ തികച്ചും മികച്ചൊരു വണ്ടി എന്ന് പറയാം. ഇപ്പോൾ ഈ ടാക്കോമീറ്റർ എന്ന് പറയുന്നത് ശരിക്കും ബൈക്കുകളുടെ പോലെ ആക്സിലേറ്റ് ചെയ്യുമ്പോൾ കയറിപ്പോൾ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല, വളരെ മിതുവാണ് കയറി പോകുന്നത്. കൂടാതെ വളരെ ലളിതമായൊരു മീറ്റർ കൺസോൾ ആണിത്. ഇപ്പോൾ സ്കൂട്ടറുകൾ കൂടുതലും സിറ്റി യൂസിനാണ് ആളുകൾ ഉപയോഗിക്കുക. അതായത് ഡെയിലി റൈഡർ എന്ന് പറയാം. നമുക്കിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകണം, പോയിട്ട് വരണം, പാല് വാങ്ങാൻ പോകണം, പച്ചക്കറി വാങ്ങാൻ പോകണം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കും ഡെയിലി ഓഫീസ് യൂസിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് സ്കൂട്ടർ യൂസ് ചെയ്യുക. അപ്പോൾ സിറ്റി യൂസിന് പറ്റിയ വണ്ടിയാണോ എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത്. ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന ഒരു സീറ്റിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് മികച്ചൊരു സീറ്റിംഗ് പൊസിഷനാണ്. ഇപ്പോൾ ഞാൻ കുറച്ച് പിന്നാക്കാൻ ഇരിക്കുന്നുണ്ട് ക്യാമറ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ലെഗ് സ്പേസ് ഒക്കെ നല്ലുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ആ ഒരു കാര്യമൊക്കെ ഒരു മികവായിട്ട് തന്നെ പറയണം ഈ ഒരു വണ്ടിക്ക്. വണ്ടി എടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു അസിസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു അസിസ്റ്റ് എന്ന് പറയുന്നത് സ്മാർട്ട് മോട്ടോർ ജനറേറ്ററിൻ്റെ അത് മിഡ് റേഞ്ചിൽ കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ കയറ്റമൊക്കെ കയറുകയാണ്, വണ്ടി വലിക്കില്ലാതെ തോന്നി കഴിഞ്ഞാൽ നമുക്കൊരു അസിസ്റ്റ് കിട്ടും. അപ്പോൾ ഒരു ലൈറ്റ് കൂടി ബ്ലിങ്ക് ചെയ്യും. അപ്പോൾ ആ ലൈറ്റിൻ്റെ ഒരു ബ്ലിങ്ക് കൂടി നമുക്ക് കാണാം. അതാണ് അതിൻ്റെ ഇൻഡിക്കേഷൻ. ഇനിയിപ്പോൾ ഒന്ന് കൈ കൊടുത്താൽ വലിയ ഡ്രാമയൊന്നുമില്ലാതെ കയറി പോവും. അതായത് ഒരു സ്കൂട്ടറാണല്ലോ, അപ്പോൾ സ്കൂട്ടറിൻ്റെ സിറ്റി യൂസിന് പറ്റിയ ആ ഒരു വണ്ടി എന്ന നിലയ്ക്ക് കാണുമ്പോൾ അത്യാവശ്യം പെട്ടെന്ന് തന്നെ സ്പീഡൊക്കെ കയറുന്നുണ്ട് എന്നുള്ളത് പറയാം. അതായത് 50-60 കിലോമീറ്റർ സ്പീഡൊക്കെ പെട്ടെന്ന് എത്തുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ആ ഒരു കാര്യം കൂടി മികവാണ്. ഇനി നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു റൈഡിങ് പോസ്റ്ററാണ്. കൂടാതെ മികച്ച ഒരു സസ്പെൻഷനാണ്. ഈ സസ്പെൻഷൻ്റെ കാര്യം എടുത്ത് പറയേണ്ടതുണ്ട്. അതായത് മുന്നിൽ ടെലിസ്കോപ്പിക്കാണ് ഫോർക്ക് എന്ന് പറയുന്നത്. കൂടാതെ ഡിസ്ക് ബ്രേക്കുകൾ കൂടിയുണ്ട്. വലിയ ടയറാണ്. വലിയ ടയർ എന്ന് പറഞ്ഞാൽ പിന്നിലെ ടയറിൻ്റെ വീതി തികച്ചും വലുതാണ്. അപ്പോൾ ഓടിക്കുമ്പോൾ നല്ലൊരു ഗ്രിപ്പൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്, നല്ലൊരു കോൺഫിഡൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. കൈ കൊടുത്താൽ വലിച്ചു കയറി പോകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സ്കൂട്ടറിൻ്റെ മികവായിട്ട് പറയാനുള്ളത്. അതായത് 125cc ഒരു കമ്പാരിസൺ വരുമ്പോൾ ഇപ്പോൾ ഞാൻ എൻടോർക്കായിട്ടൊന്ന് കമ്പയർ ചെയ്യണം. എൻടോർക്കായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്രയ്ക്കൊരു സ്പോർട്ടി സൗണ്ടോ അത്രയ്ക്കൊരു സ്പോർട്ടി ബിഹേവിയറോ അല്ല. അതായത് ഇത് ഫ്യൂവൽ എഫിഷ്യൻസി ഉള്ള 125 എന്നാണ് പറയാം. അപ്പോൾ എൻടോർക്ക് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ള 125 എന്ന് പറയാം. ഈ ഒരു വണ്ടി ഡെയിലി യൂസിന് മികച്ചൊരു വണ്ടിയാണ്. അത്യാവശ്യം നല്ല അണ്ടർ സീറ്റ് സ്റ്റോറേജ് ഉണ്ട്. കൂടാതെ ആ ഒരു ഫ്യൂവൽ ക്യാപ്പ് അകത്താണെന്നുള്ളൊരു പോരായ്മയായിട്ട് പറയാമെന്നിരുന്നാൽ കൂടി ഓടിക്കാനായിട്ട് നല്ല ഫൺ ഫാക്ടർ ഉള്ളൊരു വണ്ടി എന്ന് പറയാം. അതായത് ഫൺ ഫാക്ടർ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ആ ഒരു ഫ്യൂവൽ എഫിഷ്യൻസി കൂടി കണ്ടുകൊണ്ടുള്ള ഫൺ ഫാക്ടർ എന്ന് കാണണം. അതായത് ഒരു ഓവർടേക്ക് ഒക്കെ ചെയ്യണമെങ്കിൽ കൈ കൊടുത്താൽ കയറി പോവും. ഒരു സ്കൂട്ടർ എന്ന നിലയ്ക്ക് 70 കിലോമീറ്റർ സ്പീഡൊക്കെ അത്യാവശ്യം നല്ല സ്പീഡാണ്. ആ സ്പീഡിലേക്കൊക്കെ പെട്ടെന്ന് എത്തുന്നുണ്ട്. പിന്നെ റിലാക്സ് ആയിട്ട് ഓടിക്കാവുന്ന ഒരു റൈഡിങ് പോസ്റ്ററാണ്. അതായത് ഒരു എഫേർട്ടും ഇല്ലാണ്ട് കൊണ്ടുനടക്കാവുന്ന ഒരു സ്കൂട്ടർ എന്ന് പറയാം. ഞാൻ ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് കൂടെ വണ്ടി ഓടിച്ച് പോകുന്ന കാര്യം എന്ന് പറയുന്നത് ഈ സ്കൂട്ടറിൻ്റെ ആ ഒരു ബിഹേവിയറാണ്. ആ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള റിലാക്സ്ഡ് ആയിട്ടുള്ള ബിഹേവിയർ ആസ്വദിച്ചുകൊണ്ട് ഓടിക്കുക എന്നുള്ളതാണ് സ്കൂട്ടറിൻ്റെ കാര്യം പറയുന്നത്. മിററുകൾ ഒത്തിരി ചെറുതാണ്. പിന്നെ കാഴ്ച കാര്യമായിട്ട് തരുന്നുണ്ടോ ചോദിച്ചാൽ ഇല്ല. കാഴ്ചയ്ക്കുള്ള ഭംഗിയുണ്ട്, അതായത് മിറർ കാണാൻ നല്ല ഭംഗിയുണ്ട് ആ ഒരു ഷേപ്പ് എന്ന് പറയുന്നത്. പക്ഷേ പിൻകാഴ്ച കാര്യമായിട്ടൊന്നും തരുന്നില്ല എന്നുള്ളൊരു പോരായ്മയായിട്ട് പറയാം. പിന്നെ ഒരു വിൻഡ് പോലൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് ആ ഒരു DRL അല്ലെങ്കിൽ എന്താ പറയുക പൈലറ്റ് ലാമ്പ് ഉള്ളത്. തികച്ചും സ്മൂത്താണ് കാര്യങ്ങളൊക്കെ, ഹൈബ്രിഡിൻ്റെ ഒരു കാര്യം. കൂടാതെ ഫ്യൂവൽ എഫിഷ്യൻസി, കൂടാതെ സ്മാർട്ട് മോട്ടോർ ജനറേറ്ററിൻ്റെ ആ ഒരു സൗണ്ടില്ലാത്ത സ്റ്റാർട്ട്, പിന്നെ ഈ ഒരു ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ്, ഈ വക കാര്യങ്ങളൊക്കെയാണ് ഇതിനൊരു
പുതുമയായിട്ട് പറയാം. അപ്പോൾ റേ ZR എന്ന് പറയുന്ന നല്ലൊരു സ്കൂട്ടറാണ്, ഓടിക്കാൻ നല്ല രസമുള്ള ഒരു 125 സ്കൂട്ടർ എന്ന് പറയാം. കൂടാതെ കടുത്ത ഫ്യൂൽ എഫിഷ്യൻസി ഉണ്ട്. കടുത്ത ഫ്യൂൽ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ നല്ല മൈലേജ് എന്നുള്ള കാര്യം ഞാൻ ഒന്ന് ആധികാരികമായിട്ട് പറയാം. ഇപ്പോൾ 60 കിലോമീറ്റർ പുറത്ത് എന്തായാലും കിട്ടുന്നതാണ്. ഹോണിന് ചെറിയ ഹോണാണ്, കണ്ടില്ലേ, മിക്കിയായിട്ട് ഹോണാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു ഫ്യൂൽ എഫിഷ്യൻസിയും ഈ ഒരു റൈഡിങ് പോസ്റ്ററും ഈ ഒരു കംഫർട്ടബിൾ ആയിട്ട് റൈഡുമാണ്. വലിയ സീറ്റാണ്, അപ്പോൾ നന്നായിരുന്നു ഓടിക്കാനും പറ്റുന്നുണ്ട്. അതും ഒരു മികവായിട്ട് പറയാം. ഇനി ഞാനൊരു കാര്യം ചെയ്യാം, ഞാനൊന്ന് കൈ കൊടുക്കാം. അതായത് ഒരു 0 to 60 പിടിച്ചാൽ. അപ്പോൾ നമ്മൾ വിദേശത്തെ വണ്ടികളൊക്കെ പറയുമ്പോൾ മൈൽസ് പറയുമ്പോഴേ 0 to 100 ഇവിടെ പറയുന്നത് അവിടെ 0 to 60 പറയാം. അപ്പോൾ നമുക്ക് 0 to 60 പിടിക്കാം. 0ക്ക് എത്തുന്നില്ല, എന്നാലൊരു 10 കിലോമീറ്റർ സ്പീഡിലേക്ക് താത്തിയിട്ട് ഒന്ന് കൈ കൊടുക്കാം. കൈ കൊടുക്കാണ്. അത്യാവശ്യം പെട്ടെന്ന് തന്നെ സ്പീഡ് കയറി. അപ്പോൾ അത്ര പറയാനുള്ള സ്കൂട്ടർ നോക്കുന്ന ആളുകൾക്ക്, കമ്പ്യൂട്ടർ ബൈക്ക് നോക്കുന്ന ആളുകൾ, കുറച്ച് ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ട് കുറച്ച് ഈസി ആയിട്ട് ഓടിക്കാവുന്ന ഒരു വണ്ടിയാണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു യമഹയുടെ ഈ ഒരു റേ ZR നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ നല്ല കംഫർട്ടബിളായിട്ട് റൈഡ് തരുന്ന, നല്ല മൈലേജുള്ള, നന്നായി കൊണ്ടുനടക്കാവുന്ന, ഈസി ആയിട്ട് കൊണ്ടുനടക്കാവുന്ന ഒരു സ്കൂട്ടർ എന്ന് യമഹ റേ ZR പറയാം. അപ്പോൾ അതാണ് ഈ വണ്ടിയുടെ ഈ ഒരു റിവ്യൂവിൻ്റെ രത്ന ചുരുക്കം. അപ്പോൾ അത്ര ഭാഗങ്ങൾ അതുപോലെ ഒരു വീഡിയോ ഇവിടെ തന്നെ കരുതണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, എന്നാൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്ക് ലൈക്ക്, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നമ്മൾ എന്തിനും അറിയാലോ. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.